UDFന്റെ ആദ്യ നാളുകൾ മുതൽ ഉയർന്ന ചർച്ചയാണ് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം. എന്നാൽ വകുപ്പ് സംബന്ധിച്ച് മറ്റുമുള്ള വിഷയങ്ങളിൽ തട്ടി ഇതുവരെ തീരുമാനമായിരുന്നില്ല. ഇത് കോൺഗ്രസിലും UDFിലും പ്രതിസന്ധിക്ക് കാരണമായി തുടരുകയായിരുന്നു. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനത്തെ ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രമേശിനെ മന്ത്രിസ്ഥാനത്തേക്കെടുക്കാൻ തീരുമാനിച്ചത്. രാവിലെ 11:20 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ നിഖിൽ കുമാർ രമേശ് ചെന്നിത്തലയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് പ്രവർത്തകരുടെ സന്തോഷ പ്രകടനങ്ങൾക്കും രാജ്ഭവൻ വേദിയാകും. അതിനുശേഷം നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചെന്നിത്തല പങ്കെടുക്കും. വൈകിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രമേശിന് സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. രമേശിന്റെ വകുപ്പ് ഏതാണെന്ന കാര്യം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെങ്കിലും ആഭ്യന്തര വകുപ്പാണ് രമേശിനെന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ആഭ്യന്തരമൊഴിയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വനം വകുപ്പ് ലഭിക്കുമെന്നാണ് അറിയുന്നത്. അവസാനഘട്ട ചർച്ചകളിൽ ഇതിൽ മാറ്റം വരാനും ഇടയുണ്ട്. മന്ത്രിസഭായോഗത്തിനു ശേഷം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന. പ്രശ്നങ്ങൾ പരിഹരിച്ച് സർക്കാരും UDFും മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വങ്ങൾ മുന്നോട്ടുവെക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.